ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമെന്നല്ലേ? നമുക്കൊരു പേപ്പർ കട്ടർ അങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ കാർഡ്ബോർഡ്സ് കട്ടാക്കി എടുക്കുന്നത്. 25x10 ഉള്ള വലിയൊരു പീസും 2x25 ഉള്ള 2 പീസും അങ്ങനെ പിന്നെ കുറച്ച് പീസ് കട്ടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾ ആ മെഷർമെൻറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അത് ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ള 4 എടുത്തിട്ടുണ്ട് കേട്ടോ. 4 പീസ് അത് 2x5 ആണ് കേട്ടോ. 2x5 സെൻറ്റിമീറ്ററുള്ള 4 പീസ്. പിന്നെ ആ തെർമോക്കോൾ കട്ടർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു 3 പീസ് എടുത്തത്. പക്ഷെ ഞാൻ വീഡിയോയിൽ 3 പീസ് കാണിച്ചിട്ടുള്ളൂ. ഞാൻ 3 കൂടുതൽ പീസ് എടുത്തത്. ഞാനൊരു ചെറിയൊരു നോർമൽ കട്ടറില്ലേ, നമ്മുടെ ഷാർപ്പനർ, ആ ഷാർപ്പനറിൻ്റെ ബ്ലേഡാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ ബ്ലേഡിന് വലുപ്പം കൂടിയോണ്ട് കുറേ പീസ് കാർഡ്ബോർഡ് ആവശ്യം വന്ന്. നിങ്ങൾ ചെറിയ തെർമോക്കോൾ കട്ടറിൻ്റെ ചെറിയൊരു പീസ് എടുത്താൽ അത്ര ആവശ്യം വരില്ല. ഒരു 3 എണ്ണമൊക്കെ ഏകദേശം വരുള്ളൂ, 2-3 പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ അതൊക്കെ ഞാൻ കവറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു വൈറ്റ് അസൈൻമെൻറ്റും കൊണ്ട് കവറാക്കുന്നത്. നിങ്ങൾക്ക് കളർ പേപ്പറും കൊണ്ട് കുറച്ചും കൂടി കവറാക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് ഞാൻ ഫുൾ വൈറ്റ് ആക്കിയിട്ട് എടുത്തത്. എന്നിട്ട് ചെറിയൊരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ആ 2x25 സെൻറ്റിമീറ്ററുള്ള 2 പീസ് കാർഡ്ബോർഡ് കവറാക്കിയല്ലേ, അതിലൊരു ചെറിയൊരു റിങ് പോലെ ഉണ്ടാക്കി കൊടുക്കുക. ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ വെച്ചിട്ട് അതൊന്ന് മൂവ് ചെയ്യാൻ കഴിയണം കേട്ടോ രണ്ടും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഒരു 4 പീസ് കട്ടാക്കി എടുത്തില്ലേ, 2x5 സെൻറ്റിമീറ്ററുള്ള 2x4.5 അങ്ങനത്തെ സെൻറ്റിമീറ്റർ എടുക്കണ്ടേ. ആ സെൻറ്റിമീറ്ററുള്ള സാധനം എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ചെടുക്കുക. ആ 2 സൈഡിലും വെച്ചെടുക്കുക കേട്ടോ. അത് ജോയിൻ്റ് ആക്കി വെച്ചിട്ട് ചെറിയൊരു വിട പോലെ നടുക്കുവാണ് കേട്ടോ. നമുക്ക് ആ കട്ടർ മൂവ് ആക്കണം നടുക്ക് കൂടെ. അതിന് വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതേപോലെ ഒന്ന് വെച്ചെടുക്കുക. എന്നുവെച്ചാൽ ആ തെർമോക്കോൾ കട്ടർ നമ്മുടെ വലിയ പീസും മറ്റേ ഈ പീസും തമ്മിലുള്ളൊരു വിടവുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് വെച്ചെടുക്കുന്നത്. അങ്ങനെ 2 കാർഡ്ബോർഡ് പീസ് മുകൾ ഭാഗത്ത് ഒട്ടിച്ചതിന് ശേഷം അടിഭാഗത്തും സെയിം കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ തെർമോക്കോൾ കട്ടറിൻ്റെ ബ്ലേഡ് കാർഡ്ബോർഡ് തട്ടിയിട്ട് മുറിയാതെ, എന്നുവെച്ചാൽ നമ്മളെപ്പോഴും ഇങ്ങനെ വരയുമ്പം അത് കാർഡ്ബോർഡ് കീറിപ്പോവും. എന്നുവെച്ചാൽ ഈ ഒരു പീസ് ഉണ്ടാകുമ്പം നമ്മുടെ തെർമോക്കോൾ കട്ടറിൻ്റെ ആ മുകളിലുള്ള ഭാഗവും അടിയിലുള്ള ആ 25x10 സെൻറ്റിമീറ്ററുള്ള ആ ഭാഗം തമ്മിൽ കുറച്ച് ഹൈറ്റ് ഡിഫറൻസ് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അധികം മുറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പീസ് ഓഫ് പേപ്പർ അവിടെ വെച്ചെടുത്തത്. പീസ് ഓഫ് പേപ്പറല്ല, പീസ് ഓഫ് കാർഡ്ബോർഡ് വെച്ചെടുത്തത്. അതിന് ശേഷം ഞാൻ ആ ഉണ്ടാക്കി വെച്ച ആ ബ്ലേഡ് അതിലേക്ക് കണക്റ്റ് ആക്കി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പേപ്പേഴ്സൊക്കെ മുറിച്ച് വെക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ ചെറിയ പീസ് ഓഫ് പേപ്പർ 2 സൈഡിലും ബാക്ക് സൈഡിലേക്ക് കണക്റ്റ് ആക്കി വെച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുകൾ സൈഡിൽ മാത്രം വെച്ചെടുക്കാം കേട്ടോ, ഇങ്ങനെ മുകളിലോട്ട് പൊന്തിക്കുന്ന രീതിയിൽ. പിന്നെ പേപ്പർ ഒന്ന് കട്ടാക്കി വെക്കുക. പേപ്പറൊക്കെ കട്ടാക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പേപ്പർ കട്ടറും കൊണ്ട് കട്ടാക്കുന്ന പോലെ പറ്റൂല. ഇത് നമുക്ക് വീട്ടിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനത്തെ രീതിയിലുള്ള. അപ്പോൾ ഇത്രയൊന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് പെയിൻ്റ് അടിച്ച കൊള്ളാക്കിയിട്ടുണ്ട്, അതും കൂടി ഒന്ന് കണ്ടു ലാസ്റ്റ്.